ഹായ് ഫ്രണ്ട്സ്, ന്യൂജൻ ഐൻസ്മിത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് യൂണിവേഴ്സലിൻ്റെ ഒരു ലോ പാസ് ഫിൽട്ടർ ബോർഡാണ്. ഒരു സബ് ഊഫർ ആംപ്ലിഫയറൊക്കെ നിർമ്മിക്കാനായിട്ട് പോകുമ്പോൾ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ബോർഡാണ് ഒരു സബ് ഊഫർ ഫിൽട്ടർ ബോർഡ്. അതിനായിട്ട് ഒട്ടനവധി ബോർഡുകൾ നമ്മുടെ മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട് എങ്കിലും ഏറ്റവും നല്ല കമ്പോണൻസും നല്ല ബോർഡിൻ്റെ ക്വാളിറ്റിയും ഐസിയും വെച്ച് ഇറങ്ങുന്ന ഏറ്റവും അടിപൊളി ഒരു ബോർഡാണ് യൂണിവേഴ്സലിൻ്റെ ഈ ബോർഡ്. കസ്റ്റമറിൻ്റെ അഭിരുചിക്ക് അനുസരിച്ച് ഏത് വിധത്തിൽ വേണമെങ്കിലും ഈ ബോർഡ് നമുക്ക് പ്രീസെറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ക്രമീകരിക്കാവുന്നതാണ്. മാർക്കറ്റിൽ ലഭിക്കുന്ന ഒട്ടനവധി ബോർഡുകൾ നമ്മൾ പരീക്ഷിച്ച് നോക്കിയെങ്കിലും ഈ ബോർഡിന് പ്രത്യേക ഒരു സൗണ്ട് ക്വാളിറ്റിയും നല്ല സ്മൂത്ത് ആൻഡ് ഹാർഡ് ബാസ് പഞ്ചും നമുക്ക് ക്രമീകരിച്ച് വയ്ക്കാവുന്നതാണ്. ഈ ബോർഡിൻ്റെ മറ്റ് ഡീറ്റെയിൽസിലേക്ക് പോകും മുമ്പേ നമ്മുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഒരു ഗ്ലാസ് ഓപ്പോക്സി PCBയിലാണ് ഈ ബോർഡ് അവർ നിർമ്മിച്ചെടുത്തിട്ടുള്ളത്. ഈ ബോർഡിൽ ഉപയോഗിച്ചിരിക്കുന്ന കപ്പാസിറ്ററും റെസിസ്റ്റേഴ്സും എല്ലാം അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് തന്നെയാണെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ്. കൂടാതെ സബ് ഊഫറിൻ്റെ ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യാനും ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യാനും 2 പ്രീസെറ്റുകൾ അവരിതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കണക്ട് ചെയ്യേണ്ട കണക്ഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നാൽ ഈ കാണുന്ന ഭാഗത്താണ് നമുക്ക് ഓഡിയോ ഇൻപുട്ട് കണക്ട് ചെയ്യേണ്ടത്. ലെഫ്റ്റ്, റൈറ്റ്, ഗ്രൗണ്ട് എന്നിങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്. ഈ കാണുന്ന ഭാഗത്ത് 27027 ഡുവൽ സപ്ലൈ പവറാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. അതായത് 27027 DC ആക്കുമ്പോൾ ഒരു 36036 കിട്ടും. അത് ഡയറക്റ്റ് നമ്മൾ ഇതിൽ കണക്ട് ചെയ്താൽ മതിയാവും. ഈ ഔട്ട് എന്നെഴുതിയിരിക്കുന്ന ഭാഗത്താണ് സബ് ഊഫറിൻ്റെ ഔട്ട് നമ്മൾ എടുക്കേണ്ടത്. ഈ ഔട്ട് നമ്മൾ എടുത്ത് മെയിൻ സബ് ഊഫർ ബോർഡിലേക്ക് കണക്ട് ചെയ്യേണ്ടതാണ്. ഈ ബോർഡിൻ്റെ പവർ സപ്ലൈ കൊടുക്കേണ്ട ഭാഗത്ത് കൊടുത്തിട്ടുള്ള റെസിസ്റ്റർ ചേഞ്ച് ചെയ്ത് ഏത് വോൾട്ട് വേണമെങ്കിലും നമുക്കിതിൽ കണക്ട് ചെയ്ത് ഈ ബോർഡ് പ്രവർത്തിപ്പിക്കാവുന്നതാണ്. ഈ കാണുന്ന 2 പ്രീസെറ്റുകൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രീക്വൻസിയും സബ് ഊഫറിൻ്റെ ഗെയിനും അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഈ കാണുന്ന ബോർഡിൻ്റെ പിൻഭാഗത്ത് വളരെ വൃത്തിയായി തന്നെ സോൾഡർ ചെയ്ത് അവർ ഈ കമ്പോണൻസുകളെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 2.5 ഇഞ്ച് നീളവും 2.5 ഇഞ്ച് വീതിയുമാണ് ഈ ബോർഡിനുള്ളത്. അതുകൊണ്ട് തന്നെ ഏതൊരു ആംപ്ലിഫയറിലും ഇത് വളരെ ഈസിയായി ഫിറ്റ് ചെയ്ത് നമുക്ക് ആംപ്ലിഫയർ അസംബ്ലി ചെയ്യാവുന്നതാണ്. നമ്മുടെ ഒരു കയ്യിലകത്തൊക്കെ ഒതുങ്ങുന്ന സൈസിലാണ് അവർ ഈ ബോർഡ് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല രീതിയിലുള്ള പഞ്ച് ബാസ് ആസ്വദിക്കുന്നവർക്കും അല്ലെങ്കിൽ സ്മൂത്ത് ബാസാണ് വേണ്ടത് എന്നുള്ളവർക്കും ഈ പ്രീസെറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വേണ്ട രീതിയിലുള്ള ബാസ് കേൾക്കാവുന്നതാണ്. ഇനി ഈ ബോർഡിൽ കൊടുത്തിരിക്കുന്ന ICയെക്കുറിച്ച് പറഞ്ഞാൽ TL0840 എന്ന നമ്പറുള്ള ICയാണ് ഇതിൽ അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടും വോക്കൽ കയറി വരാത്ത ഒരു ലോ പാസ് ഫിൽട്ടർ ബോർഡാണിത്. ഈ ബോർഡിൻ്റെ ഒരു 10 സ്റ്റോക്ക് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ബോർഡ് ആവശ്യമായിട്ടുള്ളവർ വാട്സപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി മെസ്സേജ് ചെയ്താൽ മതിയാകും. നിങ്ങൾക്കത് കൊറിയർ ചെയ്ത് തരുന്നതാണ്. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഏവർക്കും ഗുഡ് ബൈ.